ഹായ് ഫ്രണ്ട്സ്, അനുപാണേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ കേരളത്തിൽ ഈ മാസം അസീലിൻ്റെ ഷോ വരാൻ പോകുന്നുണ്ട്. നമ്മൾ ഫെബ്രുവരി 8 തൃശ്ശൂർ വെച്ചിട്ടാണ് കേരള അസീൽ ഷോ. നമ്മൾ തമിഴ്നാട്ടിൽ കുറേ ഷോകൾ ഉണ്ടാവാറുണ്ട്, ഓരോ ജില്ലകളിലും ഓരോ സ്ഥലങ്ങളായിട്ട് ഷോ ഉണ്ടാകാറുണ്ട്. പക്ഷെ നമുക്ക് കേരളത്തിൽ ആകെ ഒറ്റ ഷോ ഉള്ളൂ. റോയൽ അസീൽ ക്ലബിൻ്റെ ഷോ ആണ്. ആകെ ഒറ്റ ക്ലബ്ബുള്ളൂ ശരിക്കും കേരളത്തിൽ, അസീൽ പാരറ്റ് ബീക്കിൻ്റെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഡിൻഡിക്കൽ ഷോയുടെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മളെ കേരളത്തിൽ ഷോ വരാൻ പോകുന്നുണ്ട്, ഞാൻ ഡേറ്റ് കിട്ടി അറിയിക്കാം. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മൾ ഷോ നടക്കുന്നത് തൃശ്ശൂർ വെച്ചിട്ടാണ്. അപ്പോൾ തൃശ്ശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഷോ നടക്കുന്നത്. അപ്പോൾ 8 രാവിലെ ഒരു 9 മണി തൊട്ട് ഉച്ചവരെയാവും എൻട്രി ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ ഒരു 4 മണി വരെയൊക്കെ ഉണ്ടാവും ഷോ. അപ്പോൾ രാവിലെ തൃശ്ശൂർക്കാർക്ക് നമുക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ ഏറ്റവും വിലപിടിപ്പുള്ള, അതും തമിഴ്നാട് തന്നെ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വില ഉള്ള, അതുപോലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള അസീൽ പാരറ്റ് ബീക്ക് കോഴികളെ കാണുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ കൂട്ടോ. നമുക്ക് എൻട്രി ഒരു ചെറിയ ചാർജ് വരും, 50 രൂപയെന്ന് തോന്നുന്നു ഇപ്രാവശ്യം. അത് എൻട്രി ഫ്രീ അല്ല, എൻട്രി ചാർജ് ഉണ്ട്. അപ്പോൾ കോഴികളോട് എത്ര പാഷനും നമുക്ക് പാരറ്റ് ബീക്ക് കോഴികളെ കുറിച്ച് അറിയാനും താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നേരെ തൃശ്ശൂർ കിട്ടും. 8 രാവിലെ പോയാൽ മതി. പല ബ്രീഡർമാരെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. അതുപോലെ പല ക്വാളിറ്റിയുള്ള കോഴികളെ കാണാൻ പറ്റും, പല കളറിലുള്ള കോഴികളൊക്കെ കാണാൻ പറ്റും. മിനിമം ഒരു 250-300 കോഴികൾ വരും. അതും മെയിനായിട്ട് ഈ ഷോകൾ നടക്കുന്നത് പറഞ്ഞാൽ കേരളത്തിലെ ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാർക്കുള്ള സപ്പോർട്ടും അതുപോലെ അവർക്കൊരു മാർക്കറ്റുമാണ്. കാരണം ഈ ഷോ കാണാൻ പല സംസ്ഥാനങ്ങളിലും ആൾക്കാർ വരും. അതുപോലെ പങ്കെടുക്കാൻ കൂടുതലായിട്ടും വരുന്നത് തമിഴ്നാട് നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരിക. പിന്നെ കേരളത്തിലെ ഏകദേശം ബ്രീഡേഴ്സൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ടോട്ടലി അത്യാവശ്യം നല്ല പ്രൈസും കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്രാവശ്യം ഫസ്റ്റ് പ്രൈസിന് 5 ആൾക്കാർക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ടാവും. പിന്നെ സെക്കൻഡ് പ്രൈസിൽ 20 ആൾക്കാർക്ക് ഉണ്ടാവും. അങ്ങനെയൊക്കെ മൊത്തം ഒരു 10-80 പ്രൈസ് ഉണ്ടാവും. മൊത്തം പാട്ടാ സ്റ്റേജ് എല്ലാം കൂടെ 80-100 പ്രൈസിൻ്റെ അടുത്ത് എന്തായാലും ഉണ്ടാവും. മാക്സിമം എല്ലാവരെയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷോ ആണ് ഈ കേരളത്തിൽ നടക്കുന്ന കേരള അസീൽ ഷോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോക്കകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ നോട്ടീസ് ബോർഡ് ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോക്കകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പാരറ്റ് ബീക്ക് കോഴികളെ കുറിച്ച് അറിയാനും കാണാനും താല്പര്യമുള്ള എല്ലാവർക്കും ഈ ഷോക്ക് പോവാം. വലിയ പൈസ ഒന്നുമില്ല, 50 രൂപയായിട്ടാണ് എൻട്രി ഫീ ഉള്ളത്. പിന്നെ നമുക്ക് കോഴികളെ കൊണ്ടുപോകണമെങ്കിൽ ഒരു കോഴിക്ക് 300 ആണോ 500 ആണോ എനിക്ക് കറക്റ്റ് അറിയില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ചാർട്ട് ഉണ്ട്, ഞാൻ ഈ വീഡിയോക്ക് ആഡ് ചെയ്യാം. മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ആർക്കും പരിചയമില്ലാത്തൊരു സംഭവമാണ് കോഴികളെ ഷോ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഡോഗ് ഷോ അങ്ങനത്തെ ഒക്കെ എല്ലാവരും, ക്യാറ്റ് ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കോഴികൾ ഷോ അത്ര ആൾക്കാർക്ക് അറിയാത്തതാണ്. പക്ഷെ തമിഴ്നാട്ടിലാണെങ്കിൽ ഒരു 5-6 ഷോ ഒരു കൊല്ലത്തിൽ പല സ്ഥലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും ഷോകളുണ്ട്. പക്ഷേ കേരളത്തിൽ ആകെ ഒറ്റ ഷോ ഉള്ളൂ, ആകെ ഒറ്റ അവസരമുള്ളൂ. അപ്പോൾ ഈ ഒരു കോഴികളെ, ലക്ഷക്കണക്ക് വില വരുന്ന കോഴികളെ കാണാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും കിട്ടും. മെയിനായിട്ട് എന്താണ്, കൂടുതൽ ആളുകളെ കാണാം, കൂടുതൽ വെറൈറ്റി കോഴികളെ കാണാം, അതുതന്നെ പല റേഞ്ചിലുള്ള കോഴികളെ കാണാം. അതിൽ പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ നിന്നുള്ള കോഴികളെ കാണാം, തമിഴ്നാട്ടിലത്തെ കോഴികളെ കാണാം, കർണാടകത്തിൽ നിന്ന് വരുന്ന കോഴികളെ കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു നോളജ് കിട്ടും. മെയിനായിട്ട് അതാണ്. പിന്നെ പല കോണ്ടാക്ട് നമ്പർ കിട്ടും, പല ബ്രീഡർമാരായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടും. പിന്നെ നമുക്ക് കുട്ടികളെ എടുക്കണമെങ്കിലും ഒക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇത് ഇങ്ങനെയാണ് വരിക, വലുതായി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ ആരും മിസ്സാക്കണ്ട, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർ മിസ്സാക്കണ്ട. കാരണം അവർക്ക് അടുത്താണ്. ദൂരെയുള്ളവരൊക്കെ കാണാൻ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. രാവിലെ 9 മണി തൊട്ട് സ്റ്റാർട്ടാണ്. പിന്നെ 1 മണി വരെയാണ് നമ്മൾ എൻട്രി വരുന്നത്. പിന്നെ അത് ഷോ കഴിയുമ്പോൾ എന്തായാലും ഒരു 4 മണി ആ ടൈമാവും, 4 മണി 5 മണിയൊക്കെ ആവും കഴിയുമ്പോഴത്തേന്.
എല്ലാവരും ഈ ഷോനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. മാക്സിമം അടുത്തുള്ളവരൊക്കെ പോയി കാണാം. ദൂരത്തു നിന്നൊക്കെ പോയി കാണാമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനെ അത്ര താല്പര്യം ഇതിനെക്കുറിച്ച് വളർത്താൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതിൻ്റെ റേറ്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അതുപോലെ അവിടെ കളറുകൾ ഏത് കളറിനാണ് മാർക്കറ്റ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതലും വരുന്ന കളർ ഏതാണ്, ഇതിൻ്റെ ടൈൽ ക്വാളിറ്റി എന്താണെന്നൊക്കെ നല്ല ഐഡിയ കിട്ടും. അതിനൊക്കെ പറ്റിയൊരു ഷോ ആണ്. നമുക്ക് അല്ലാതെ ഇപ്പോൾ നമ്മളൊരു വേറെ ഒരാളെ ഫാമിലോ ഒക്കെ പോയി കഴിഞ്ഞാലും മാക്സിമം 3-4 മെയിലിനെ കാണാൻ പറ്റുള്ളൂ. മാക്സിമം എത്രയും വലിയ ഫാമിൽ 3-4 മെയിലൊക്കെ ഉണ്ടാവുള്ളൂ. കൂടുതൽ ആൾക്കാർക്കും കൂടുതൽ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇത് വളർത്താൻ കുറച്ച് റിസ്ക്കാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ കൂടുതൽ എണ്ണം നമുക്ക് ഇത്ര അധികം എണ്ണം ഒരുമിച്ച് കാണാനൊരു ചാൻസും ഇല്ല. അപ്പോൾ നമുക്ക് കത്തിക്കാലൊക്കെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞാൽ 500-600 കോഴികളുടെ ഫാമൊക്കെ നമുക്ക് പോയി കാണാം. പക്ഷെ പാരറ്റ് ബീക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം ഏറ്റവും വലിയ തമിഴ്നാട്ടിലൊക്കെ പോകണമെങ്കിൽ 10 മെയിലൊക്കെ ഉള്ള ഫാമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബാക്കിയൊക്കെ ഒരു 2-3 മെയില്, ഫീമെയിൽ ഒരു 10-15 അത്രയൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും വെറൈറ്റി കോഴികൾ ഒരുമിച്ച് കാണാൻ പറ്റിയ ഒരു ഷോ ആണ് ഈ തൃശ്ശൂർ നടക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഷോ. അപ്പോൾ എല്ലാവരും പോയി കാണാം. മാക്സിമം അടുത്തുള്ളവരൊക്കെ മാക്സിമം പോയി കാണാം. ദൂരമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂർ പോയാൽ കാണാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഷോ പോയി കാണാം. എനിക്കെന്തായാലും ഇപ്രാവശ്യം ഈ ഷോക്ക് പോകാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷോക്കിൻ്റെ ടൈമിൽ ഞാൻ ഒരു ആഴ്ച മുന്നെയാണ് ദുബായി വന്നത്. ഇപ്രാവശ്യം എനിക്ക് ഷോക്ക് പോകാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യമെങ്കിലും നാട്ടിൽ വന്നിട്ട് ഷോയിൽ പങ്കെടുക്കുന്ന ആഗ്രഹമുണ്ട്, നടക്കട്ടെ. അപ്പോൾ എല്ലാവരും ഷോക്ക് പോവുക, നല്ല സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കണം. ഓക്കെ, ബൈ ബൈ.